നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ കരുണാപുരം ഗ്രാമം കുഴൽക്കിണറുകളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. ജില്ലയിൽ ഏറ്റവും അധികം കുഴൽക്കിണർ ഉള്ളത് ഇവിടെയാണ്. 17 വാർഡുകളിലായി 29,000-ഓളം ജനങ്ങൾ. ഓരോ കുടുംബത്തിനും ഓരോ കുഴൽക്കിണറുകൾ, ചിലപ്പോൾ അതിലധികവും. ഇതുതന്നെയാണ് ജലക്ഷാമം രൂക്ഷമായതിന് പ്രധാന കാരണമെങ്കിലും മറ്റു മാർഗമില്ലാതെ ബോർവെല്ലുകളെ ആശ്രയിക്കുന്നവരാണ് ഇവിടത്തുകാർ. കഴിഞ്ഞ വർഷങ്ങളിൽ പണിത 40% ഉപയോഗയോഗ്യമല്ലാതായി. 500 അടി താഴ്ചയിൽ കുഴൽക്കിണർ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ഇപ്പോൾ 1000 അടി താഴ്ത്തിയാൽ പോലും ജലമില്ല. 6 മാസത്തിനുള്ളിൽ നാട്ടുകാർ 3000-ലേറെ കുഴൽക്കിണറുകൾ വരെ നിർമ്മിച്ചു കഴിഞ്ഞു. പിന്നെ ക്ഷാമം വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടെ ഒരു കുഴൽക്കിണർ കുത്തി. അധികം താഴ്ചയൊന്നുമില്ല, 340 അടി താഴ്ചയേ ഉള്ളൂ. ഈ പ്രദേശത്ത് എല്ലാ വീടുകളിലും ഇപ്പം ഇങ്ങനെ ചെറിയ താഴ്ചയല്ല, 500 മുതൽ ഇങ്ങോട്ട് താഴ്ചയിലായിട്ട് വെള്ളം കിട്ടി. 98% കാർഷിക മേഖലയായ ഇവിടെ കൃഷി ആവശ്യത്തിനും ആശ്രയം കുഴൽക്കിണറുകൾ തന്നെ. എന്നാൽ എത്ര കുഴിച്ചാലും ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാനില്ല. ഇപ്പം ബോർവെല്ലാണ് എല്ലാവരും അടിക്കുന്നത്. പക്ഷേ ബോർവെൽ കൊണ്ട് നമുക്ക് കാര്യമില്ല. കാരണം ഇപ്പം ആ വെള്ളം അടിച്ച് കയറ്റാനുള്ള കറണ്ടിൻ്റെ ആണെങ്കിലും ഈ സമയത്ത് അതിന് വോൾട്ടേജ് പ്രശ്നമുണ്ട്. വെള്ളം കിട്ടാനും അവസ്ഥ ഭയങ്കര, എല്ലാ ബോർവെല്ലും പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ 2 ബോർവെൽ അടിച്ചിട്ടുണ്ട്, അത് വെള്ളമില്ല. ഒരിക്കൽ കുഴൽക്കിണർ നിർമ്മാണം പഞ്ചായത്ത് ഇടപെട്ട് നിരോധിച്ചെങ്കിലും ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് വീണ്ടും ആരംഭിച്ചു. 1 ലക്ഷം രൂപ വരെ ചെലവിട്ട് കുടിവെള്ളത്തിനായി ജനങ്ങൾ വീണ്ടും ഭൂമി തുറന്നു തുടങ്ങി. അതായത് 1000 അടി താഴ്ക്കുന്ന വലിയ കുഴൽക്കിണറുകൾ പൂർണ്ണമായും നിരോധിക്കുകയും 450 അടിക്ക് താഴെ വരുന്ന ചെറിയ വാഹനങ്ങളിൽ അടിക്കുന്ന കുഴൽക്കിണറിന് മാത്രം നിർമ്മിക്കുവാനുള്ള അനുവാദവുമാണ് ഉള്ളത്. ഈ ചെറിയ കുഴൽക്കിണറുകളല്ലാതെ വലിയ കുഴൽക്കിണറുകൾ അടിക്കണമെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുടെ അനുവാദം വാങ്ങിയിട്ട് താലൂക്ക് ഉൾപ്പെടെ, തഹസിൽദാർ ഉൾപ്പെടെ, കളക്ടർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ അനുവാദത്തോടു കൂടി നിർമ്മിക്കാമെന്നാണ് ഗവൺമെൻറ് ഉത്തരവുള്ളത്. 5 സെന്റിൽ 2ഉം 3ഉം കുഴൽക്കിണർ വരെ നിർമ്മിച്ചവരുണ്ട്. അതിർത്തി മേഖലയിൽ മഴ 70% കുറഞ്ഞതും തമിഴ്നാട്ടിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റും കൂടിയായപ്പോൾ നീരുറവകൾ പൂർണ്ണമായും വറ്റി വരണ്ടു. കുടിവെള്ള പദ്ധതികളും കാര്യക്ഷമമാകാതായപ്പോൾ ജനങ്ങൾ അടുത്ത വേനൽക്കാലത്തെയും ആശങ്കയോടെയാണ് കാത്തിരിക്കുന്നത്. ആതിര സുധാകരൻ, ന്യൂസ് 18 ഇടുക്കി.